പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടന്ന ആക്രമണം തികച്ചും അപലപനീയമാണെന്ന് തൃശൂർ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ വീട്ടിൽ തീപിടുത്തം. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലിനിലി വീട്ടിൽ ശ്യാംകുമാറും കുടുംബവും താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. അന്നമനടയിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളി. മാള അന്നമനട റോഡിൽ ആശാഭവന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യയിൽ വനിതയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടന്ന ആക്രമണം തികച്ചും അപലപനീയമെന്ന് തൃശൂർ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ആക്രമിക്കണമെന്ന ഉദ്ദേശ്യത്തോടെയാണ് ജോസ് എന്ന വ്യക്തി പഞ്ചായത്തിൽ എത്തിയതെന്ന് വേണം അനുമാനിക്കാൻ. മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നവംബറിൽ ഇയാൾക്കെതിരെ പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. ഭരണപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവമെന്നും ടാജറ്റ് അഭിപ്രായപ്പെട്ടു. ആക്രമിക്കപ്പെട്ട് മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അതിലെന്തോ കൂടാതെ പിന്നെ ആള് സന്ദർശന ഡയറിയിൽ ഇന്ന സമയത്ത് 11:20 പഞ്ചായത്തിൽ വന്നു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഡയറിയിൽ. അപ്പൊ എന്തോ ഇതിനകത്ത് ഒരു ശക്തമായ ഗൂഢാലോചനയുണ്ട്. ഇന്റൻഷനലി വന്നേക്കാണല്ലോ. നമ്മളൊരു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു സ്ത്രീയല്ലേ, ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്തെങ്കിലും സംസാരിച്ചൊന്നും ഉണ്ടായ ഒരു സംഭവമല്ല. കരുതിക്കൂട്ടി ഇൻറ്റൻഷനലി വന്ന് അത് ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ്. അതും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അവർ ആകെ ഭീതിയിലാണ്. അവർ വട്ടം കെട്ടിപ്പിടിച്ച് സാരി വലിച്ചു കയറി എന്തതിനെ പറയേണ്ടത്. അതായത് ഇത് നവംബർ 4 2024 നവംബർ 4 അവിടെ വന്ന് ഇതുപോലെ ഭീഷണി പ്രശ്നങ്ങളുണ്ടായി. അതിനെതിരെ പരാതി കൊടുത്തതാണ്. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ അവരൊക്കെ തീർപ്പാക്കി അവർ വിട്ടു ഇവരോട് പറയാതെ. എന്നിട്ട് ഇവർ SP പരാതി കൊടുത്തിട്ടാണ് അതിൽ FIR ഇട്ടത്. അതും എന്തെങ്കിലും ഒരു നടപടിയായിട്ട് പിന്നീട് പോയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടായില്ലായിരുന്നു. അപ്പം ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഭരണപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, ആ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഈ സംഭവം വീണ്ടും ആവർത്തിച്ചത്. ഇതന്നെയാണ് പാലക്കാടും കണ്ടത്. ആ പ്രതിക്ക് ജാമ്യത്തിൽ വന്ന് ആ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ഭീഷണി ഉണ്ടെന്ന് പോലീസിനോട് ചെന്ന് പറഞ്ഞിട്ട് പോലീസ് ആക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ 2 കൊലപാതകം നടന്നത്. കേരളത്തിൽ ഉടനീളം അതല്ലേ നടക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമേ നീതിയുക്തമായ നടപടി പിണറായി സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കില്ലായിരുന്നു. മാള പോലീസ് ഗുരുതരമായ കൃത്യവിലോപല്ലേ നടത്തിയത്. നവംബർ 4 കൊടുത്ത പരാതിയും അവരെന്ത് നടപടി സ്വീകരിച്ചു? അത് അവസാനം ഒരു SP കാണേണ്ട വന്നില്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗതികേട് വന്നാലേ സാധാരണക്കാരെന്ത് ചെയ്യും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിയമവാഴ്ച തന്നെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അധികാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ വീട്ടിൽ തീപിടുത്തം. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലിനിലി വീട്ടിൽ ശ്യാംകുമാറും കുടുംബവും താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. വീടിന്റെ അടുക്കള ഭാഗത്തെ ഷീറ്റിനാണ് തീപിടിച്ചത്. ഈ സമയം പുറത്തിറങ്ങിയ വീട്ടുകാർ തീ കത്തുന്നത് കണ്ട് മോട്ടറടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശ്യാംകുമാറിന്റെ ബൈക്കിനും കേടുപാടുകൾ വരുത്തിയിരുന്നു. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പറും കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അന്നമനടയിൽ ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയതായി പരാതി. മാള അന്നമനട റോഡിൽ ആശാഭവന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുന്നത്. പഴകിയ പച്ചക്കറി അവശിഷ്ടമടക്കമുള്ള മാർക്കറ്റ് മാലിന്യമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധം മൂലം ആശാഭവനിലെ അന്തേവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ KK രവി നമ്പൂതിരി ആവശ്യപ്പെട്ടു.
അന്നമണ്ട ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡാണത്. ഇത് ഒരു ഈ പഞ്ചായത്തിലെ ഈ ഭാഗത്ത് ഇതുമാതിരി കൊണ്ട് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതുമാതിരി തന്നെ മാർക്കറ്റ് വേസ്റ്റ് അങ്ങനെ തന്നെ അടിച്ചുകൊണ്ടിട്ടേക്കാണ്. നമ്മുടെ ആശാഭവൻ എന്ന് പറഞ്ഞൊരു കുട്ടികൾ പഠിക്കുന്ന അംഗവൈകല്യമായ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണിത്. അവർക്ക് നാറിയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത കാരണം സിസ്റ്റേഴ്സ് വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റിനും ഒക്കെ ഇതിൻ്റെ വീഡിയോ എടുത്ത് അയച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മോശമായ പ്രവൃത്തി ആര് ചെയ്താലും അതിന് നടപടി എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. ഇത് ആര് ചെയ്താലും, കാരണം ഇത് കിണറിലേക്കും ഒക്കെ ബാധിക്കുന്നതാണ്. ഈ ഭാഗത്തുള്ള കിണറുകളിലേക്കും ഒക്കെ ബാധിക്കും. ജനവാസ മേഖലയാണ്. ഇതിൻ്റെ അപ്പുറത്തെ വീടുകളുണ്ട്, ഇപ്പുറത്തെ വീടുകളുണ്ട്. ഈ വീടുകൾക്കൊക്കെ ഇത് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തവരുള്ളൂ. ആരുടെ പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണെങ്കിൽ നമ്മളെ കൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ദൂഷ്യമുള്ള സാധനങ്ങളാണ്. ദേശീയപാത മരത്താക്കരയിൽ 10 ചാക്കുകളിലായി ആഡംബര കാറിൽ കടത്താൻ ശ്രമിച്ച 7500 പാക്കറ്റ് ഹാൻഡ്സ് ഒല്ലൂർ പോലീസ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. മൈസൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച ഹാൻഡ്സ് ആണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മാർക്കറ്റിൽ 4 ലക്ഷത്തോളം വില വരുന്നതാണ് പിടിച്ചെടുത്ത ഹാൻഡ്സ് പാക്കറ്റുകൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സ്വദേശികളായ കൊടക്കാട്ടിൽ വീട്ടിൽ അസറുദ്ദീൻ, നാലകത്ത് വീട്ടിൽ റിയാസ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുത്തൂർ കൈനൂർ സ്വദേശി കല്ലാറ്റുപറമ്പിൽ ശ്രീനിവാസന്റെ വീട്ടിൽ നിന്നും 5250 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനക്കാരനായ മരത്താക്കര സ്വദേശി കോനിക്കറി വീട്ടിൽ ഷാജനെ പിടികൂടി. ഇയാളിൽ നിന്നുമാണ് മൊത്ത വിൽപ്പനക്കാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. ഇതേ തുടർന്നാണ് സംഘം വീണ്ടും ഹാൻഡ്സുമായി മൈസൂരിൽ നിന്നും വരുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചത്. ദേശീയപാത മരത്താക്കരയിൽ വെച്ച് ഹാൻഡ്സ് കൈമാറാൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇരുവരും പോലീസിന്റെ പിടിയിലാവുന്നത്. തൃശൂർ ജില്ലയിലുടനീളം ഹാൻഡ്സ് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് ഒല്ലൂർ CI വിമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. മലക്കപ്പാറ മുക്കുമ്പഴക്കാടർ ഉന്നതിയിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ. മുക്കുമ്പഴക്കാടർ ഉന്നതി വസന്തനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം കാടർ ഉന്നതിയിൽ 52 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്നയാളെ വീശുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതിയെ മലക്കപ്പാറ പോലീസ് പിടികൂടിയത്. മുക്കുമ്പുഴ കാടർ ഉന്നതിയിൽ വെച്ച് വസന്തനും കാടർ ഉന്നതിയിലെ അജിത്ത് എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യ ഇടപെട്ടപ്പോൾ വസന്തൻ സുബ്രഹ്മണ്യന്റെ ഭാര്യയെ ചവിട്ടി വീഴ്ത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വിരോധത്തിലാണ് വസന്തൻ സുബ്രഹ്മണ്യനെ വെട്ടിയത്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് HL, സബ് ഇൻസ്പെക്ടർമാരായ ഹബീബ്, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ശ്യാം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മാളയിൽ KE തോമസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. മാളയിലെ എല്ലാത്തിനും നല്ല പ്രവർത്തനങ്ങളെ കൊടുക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അത്തരം ജീവിച്ച കാലത്ത് മാളയിലുള്ള എല്ലാ ജനീയങ്ങളുടെയും ഭാവിയെ കണ്ടുകൊണ്ട് മാളയിൽ സംഭവിച്ച എല്ലാത്തരം സാംസ്കാരിക ആലോചനകളുടെയും എല്ലാ വേദനകളും പറഞ്ഞ് തോമസ് മാഷുണ്ടായും അദ്ദേഹം പെരുമാറിയ രീതിയെല്ലാം പറയുന്നത് വാത്സല്യത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളാണ് എല്ലാവരോടും കാര്യം മാറ്റി വെച്ചതും ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഓർമ്മയാണ് തോമസ് മാഷിനെ സ്മരണയ്ക്ക് വേണ്ടി ഇത്തവണ നാം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള അംഗാടുകളെടുത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KE തോമസ് മാസ്റ്റർ പുരസ്കാരം ബിനോയ് വിശ്വത്തിൽ നിന്നും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പ്രതിനിധികളായ ദീദി ദാമോദരൻ, ജോളി ചിറയത്ത്, ആശ ജോസഫ് എന്നിവർ ഏറ്റുവാങ്ങി. ഫൗണ്ടേഷൻ ചെയർമാൻ CK പുരുഷോത്തമൻ പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ മരണാനന്തര ആദരം എടത്താട്ടിൽ മാധവൻ മാസ്റ്റർക്ക് വേണ്ടി മകൾ വിബി ഏറ്റുവാങ്ങി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, AR രാധാകൃഷ്ണൻ, MK ബാബു, കൊച്ചുത്രേസ്യ തോമസ്, CT ഗോകുൽനാഥ്, ബൈജു മണന്തറ, PK കിട്ടൻ, PK ഡേവിസ്, TK ശക്തിധരൻ എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്.
ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകരെ സംരക്ഷിക്കുക, ഉപ്പുവെള്ളം കയറാത്ത രീതിയിൽ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെയും കർഷക കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഫൊറോന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ വീഡിയോ എന്തെന്നാ പറയാ പാടശേഖരത്തിൽ നിന്നുകൊണ്ട് തന്നെ കർഷകന്റെ കണ്ണീര്, അതും ഫ്രാൻസിസ് പറയുന്നുണ്ട്, എന്റെ മാത്രം ഒരു തളർച്ചയല്ല, ഇവിടെയുള്ള വളരെ സാധാരണ മനുഷ്യരുടെ ഒരു ക്ഷീണമാണിത്. അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യുത്തരം ഉണ്ടാവണം. ആ ഒറ്റയ്ക്കുള്ള ഒരു സമരമാണ് ഒരു പക്ഷേ നമ്മളെയും കണ്ണു തുറപ്പിച്ചത്. ഫ്രാൻസിസിന് അഭിനന്ദനങ്ങൾ. അതൊരു കനലായി കത്തിങ്ങനെ കയറുകയായിരുന്നു ഫ്രാൻസിസ് അവിടെ വെച്ച്. കാരണം കർഷകരുടെ സ്വന്തം വിയർപ്പിന്റെ വിലയ്ക്ക് ഒന്നും സർക്കാർ പോലും അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടവർ പോലും പരിഗണിക്കേണ്ടവർ പോലും അത് കാണുന്നില്ലെന്ന് വരുമ്പോൾ അവരുടെ വേദനയും വിഷമങ്ങളൊക്കെ വളരെ വലുതാണ്. അവർക്ക് അവരുടെ ജീവിതമാണത്. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ അരിക്കാടൻ അധ്യക്ഷത വഹിച്ചു. കർഷക കൂട്ടായ്മ കൺവീനർ ഡേവിസ് പയ്യപ്പിള്ളി, കൈക്കാരന്മാരായ തോമസ് ആലപ്പാട്, റോയ് പോനൂർ നങ്ങണി, കർഷക പ്രതിനിധി ഫ്രാൻസിസ് പോനൂർ നങ്ങണി, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോജു ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ആളൂർ പൊരുന്നച്ചിറയുടെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി തിലകൻ, അഡ്വക്കേറ്റ് MS വിനയൻ, പഞ്ചായത്ത് അംഗം ഓമന ജോർജ്, കൺവീനർ അരവിന്ദൻ പീണിക്ക എന്നിവർ സംസാരിച്ചു. പൊരുന്നച്ചിറ നവീകരണത്തിനു വേണ്ടി ജനകീയ സമിതി ചേർന്ന് രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുഴൂർ കുണ്ടൂരിൽ ബോട്ട് മറിഞ്ഞ യുവാവ് മരിച്ചു. കോട്ടയം ചെന്നാങ്കുന്നി കൊടുങ്ങൂർ പൊൻകുന്നം മുത്തുവേലി വീട്ടിൽ അനന്തു ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ കുണ്ടൂർ പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കുവാനെത്തിയ യുവാക്കൾ സഞ്ചരിച്ച ബോട്ട് പുഴയിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. 4 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. KPC വിഷ്ണു ഭട്ടതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി പഴയടം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ഷാജു വാസുദേവൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മാർച്ച് 8 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. ഇന്ന് രാത്രി കൊടിപ്പുറത്ത് വിളക്ക്, ചൊവ്വാഴ്ച സമ്പൂർണ്ണ നാരായണീയ പാരായണം, വ്യാഴാഴ്ച വലിയ വിളക്ക്, വെള്ളിയാഴ്ച പള്ളിവേട്ട, വിവിധ കരക്കാരുടെ താലം വരവ്, മാർച്ച് 8-ന് ആറാട്ട്, സദ്യ എന്നിവയോടെ ഉത്സവം സമാപിക്കും. കുഴൂർ കുണ്ടൂർ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ യോസേപ്പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിച്ചു. അപ്പോൾ അവനെ ദൈവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഫാദർ ജെയിംസ് അതിയുന്തൻ വചന സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, ബാൻഡ് മേളം എന്നിവ നടന്നു. കുഴിക്കാട്ടുശ്ശേരി കൊമ്പിടിഞ്ഞാമാക്കൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ബിനോയ് പുഴോലിപ്പറമ്പിൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജു ചിറയത്ത് സന്ദേശം നൽകി. വൈകിട്ട് ഇടവക വൈദികരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവ നടന്നു. വികസനത്തിന്റെ പേരിൽ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന വരണ്ട കാലത്ത് കൊടുങ്ങല്ലൂരിലെ മേത്തല ശ്രീനഗറിൽ പാഴടിഞ്ഞു കിടന്ന കുളം സംരക്ഷിക്കാൻ ഇറങ്ങി നാട്ടുകാർ. പ്രദേശത്തുള്ള മുസ്തുകുളം നാളേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. പലരുടെയും പുരയിടത്തിന്റെ അതിരുകൾ പങ്കിടുന്ന കുളത്തിന് 10 സെന്റിലധികം വിസ്തൃതിയുണ്ട്. ശ്രീനഗർ പ്രദേശത്തുള്ള വലിയ ശുദ്ധജല സ്രോതസ്സായ
മൂസദ് കുളം സംരക്ഷിക്കണമെന്ന ആശയവുമായി കേരള റെസിഡൻസ് അസോസിയേഷനും അഷ്ടപതി തിയേറ്റേഴ്സ് പ്രവർത്തകർ രംഗത്ത് വരികയായിരുന്നു. നാട്ടുകാരും സഹകരിച്ചതോടെ കുളം വൃത്തിയാക്കൽ ആഘോഷമായി മാറി. ഉപയോഗയോഗ്യമാക്കിയ മൂസദ് കുളത്തിൽ മത്സ്യകൃഷിയും നീന്തൽ പരിശീലനവും നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. പണ്ടുകാലങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ കുളം വെട്ടൽ എന്നത് വേനൽക്കാലങ്ങളിൽ നാടിന്റെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടന്നിരുന്ന പ്രവൃത്തിയായിരുന്നു. ശ്രീനഗറിൽ നടന്ന കുളം വെട്ടൽ മുതിർന്നവർക്ക് ഗൃഹാതുരതയാർന്ന ഓർമ്മകൾ പങ്കുവെക്കലും പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി. ശ്രീനാരായണപുരത്ത് മൊബൈൽ ക്രിമിറ്റോറിയം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കിയ മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ദീർഘകാലമായി പൊതുശ്മശാനത്തിനായി മാറി വരുന്ന ഭരണസമിതികൾ പരിശ്രമിച്ചുവെങ്കിലും പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ജനസാന്ദ്രത വളരെ കൂടുതലായതിനാൽ 45,000-ലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ആവശ്യമായ ക്രിമിറ്റോറിയം എന്ന ലക്ഷ്യമാണ് മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കിയത്. മരണാനന്തര ചടങ്ങുകൾക്ക് സ്ഥലപരിമിതിയും സ്വന്തമായ സ്ഥലമില്ലാത്ത നിർധനരായ കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുവാൻ പദ്ധതിയിലൂടെ സാധിക്കും. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സെക്രട്ടറി രഹന P. ആനന്ദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ് KA, ജയ CP, PA നൌഷാദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. രഘുനാഥ്, വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ്, ജിബി മോൾ, ഇബ്രാഹിം കുട്ടി, മിനി പ്രദീപ്, ജൂനിയർ സൂപ്രണ്ട് രതീഷ് PS, MR സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടന്ന ആക്രമണം തികച്ചും അപലപനീയമാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ വീട്ടിൽ തീപിടുത്തം. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലിനിലി വീട്ടിൽ ശ്യാംകുമാറും കുടുംബവും താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. അന്നമനടയിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളി. മാള അന്നമനട റോഡിൽ ആശാഭവന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.